അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ. അപ്പോൾ ഒരുപാട് പേര് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ ദുആ ചെയ്യാറുണ്ട്. നമ്മുടെ ദുആകളും അതുപോലെ നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. ദുനിയാവെന്നും നാളെ ആഖിറത്തിലും നമുക്കൊരു മുതൽക്കൂട്ടാക്കി അള്ളാഹു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് നമ്മൾ നിത്യേന ചെയ്യേണ്ട ഒരു അമലാണ്. ഇതേപോലെ നമ്മൾ നിത്യമായിട്ട് മനസ്സസില്ലാത്ത സമയത്ത് എല്ലാ ദിവസവും ഇതേപോലെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാകും. ഒരുപാട് പദവികൾ അല്ലാഹ് നമുക്ക് തരും. ജീവിതത്തിൽ ഒരുപാട് സന്തോഷം തരും, സമാധാനം തരും, ഇടങ്ങേറുകൾ തരില്ല. അതുപോലെ ആപത്തുകൾ, മുസീബത്തുകൾ, കണ്ണേറുകൾ അതിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കപ്പെടും. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ്. അത് എല്ലാവരിലേക്കും ആ ഒരു കാര്യം എത്തിയിട്ടില്ല. എല്ലാവരും ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല. അത് കണ്ട ഒരുപാട് ഉമ്മമാർ വാട്സപ്പിലൂടെ ആയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുപോലെയായിട്ട് എല്ലാ ദിവസവും ചെയ്യാറുണ്ട് ഇത്താന്ന്. അപ്പോൾ ഇത് മനസ്സുള്ള സമയത്ത് ചെയ്യാൻ പറ്റില്ല. ഖുർആനിലുള്ള ആയത്താണ് ഓതാൻ പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോ ഫർള് നമസ്കാരമില്ലേ, ആ ഓരോ ഫർള് നമസ്കാരത്തിൻ്റെ ശേഷവും ളുഹറിൻ്റെ ശേഷവും അസറിൻ്റെ ശേഷവും മഗ്‌രിബിൻ്റെ ശേഷം പിന്നെ ഇശാഇൻ്റെ ശേഷം സുബൈൻ്റെ ശേഷം അങ്ങനെ ഫർള് നമസ്കാരത്തിൻ്റെയൊക്കെ ശേഷമായിട്ട് സുന്നത്ത് നമസ്കാരത്തിൻ്റെ ശേഷവും ചെയ്യാൻ പറ്റില്ല എന്നല്ല, പക്ഷേ ഓരോ ഫർള് നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് നമ്മൾ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ആ തസ്ബീഹുകളൊക്കെ ചൊല്ലി അതുപോലെ ദിക്റുകളൊക്കെ ചൊല്ലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ആ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദുആവും കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് എന്ത് ചെയ്യുക, ആദ്യം തന്നെ മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് ഒരു ഫാത്തിഹ വിളിച്ചിട്ട് ഫാത്തിഹ ഓതുക. അതായത് ഇലാ ഹളറത്ത് റൂഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് ഒരു ഫാത്തിഹ ഓതുക. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അസ്സലാമു അലൈക്കും അൽ ഫാത്തിഹ. അപ്പോൾ ഇതൊക്കെ മുത്ത് റസൂലിനോടും സലാം പറയുക, എന്നിട്ട് ഫാത്തിഹ ഓതുക. അതുപോലെ മുഹിയുദ്ദീൻ ഷെയ്ഖിനോടും സലാം പറയുക, എന്നിട്ട് ഫാത്തിഹ ഓതുക. അത് കഴിഞ്ഞിട്ട് റിഫായി ഷെയ്ഖിനും ഒരു ഫാത്തിഹ ഓതുക, സലാം പറഞ്ഞിട്ട് ഒരു ഫാത്തിഹ. അതുപോലെ തന്നെ ബദരീങ്ങളെ പേരിലും സലാം പറയുക, എന്നിട്ടൊരു ഫാത്തിഹ ഓതുക. പിന്നെ മടവൂർ ഷെയ്ഖുനാൻ്റെ പേരിൽ അങ്ങനെയാണ് ഞാൻ ഓതാറുള്ളത്. ഈ ഒരു കാര്യമായിരുന്നു ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് പേര് അത് ഇപ്പോഴും അതേപോലെ നിലനിർത്തി പോകുന്നവരുണ്ട്. ഒരുപാട് പേര് മനസ്സിന് സമാധാനമുണ്ട്, ഒരുപാട് ഇടങ്ങേറിന് മാറ്റമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞവരുമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ആക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനസ്സുള്ള സമയത്ത് ഓതാൻ പറ്റില്ല. ഖുർആനിലെ ആയത്തല്ലേ, സൂറത്തുൽ ഫാത്തിഹയാണ്. അപ്പം ളുഹറിൻ്റെ ശേഷമായിട്ട് മുത്ത് റസൂലിൻ്റെ പേരിൽ ആദ്യം ഒരു ഫാത്തിഹ ഓതുക. അത് കഴിഞ്ഞിട്ട് മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിലായിട്ടൊരു ഫാത്തിഹ. അത് കഴിഞ്ഞിട്ട് റിഫായി ഷെയ്ഖിൻ്റെ പേരിലായിട്ടൊരു ഫാത്തിഹ. അത് കഴിഞ്ഞിട്ട് ബദരീങ്ങളുടെ പേരിലായിട്ടൊരു ഫാത്തിഹ. അത് കഴിഞ്ഞിട്ട് മടവൂർ ഷെയ്ഖുനാൻ്റെ പേരിലായിട്ട് ഒരു ഫാത്തിഹ. അങ്ങനെ ഓതുക. 5 ആൾക്കാർ അവരുടെ പേരിലായിട്ട് ഫാത്തിഹ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ആത്മാർത്ഥതയോടുകൂടി ഒരു ദിവസം മാത്രം ചെയ്താൽ പോരാ. എല്ലാ ദിവസവും നമുക്ക് നിസ്കരിക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഇത് ചെയ്യാൻ കഴിയില്ല അല്ലേ, ഓതാൻ പറ്റില്ല നമുക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത്. ആ ഒരു സമയമല്ലാത്ത എല്ലാ സമയത്തും ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്തു പോന്നു നോക്കി. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ തരത്തിലുള്ള മാറ്റങ്ങൾ വന്നത് കാണാൻ സാധിക്കും. ഞാൻ ഇതുപോലെ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ നിസ്കരിക്കാൻ പറ്റുന്ന സമയത്ത് ഈ ഒരു നിമിഷം വരെയായിട്ട് ഇന്നിപ്പോൾ സുബൈൻ്റെ ശേഷമായിട്ടും ഇതേപോലെ ഞാൻ എല്ലാ ദിവസവും ചെയ്തു പോരാറുണ്ട്. എനിക്കെൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് എനിക്ക് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. കാരണം പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നല്ല പറയുന്നത് കേട്ടോ. അതില്ലാത്തവരാരും ഉണ്ടാവില്ല. എല്ലാവർക്കും ഉണ്ടാവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും ഒക്കെ. പക്ഷേ ആ ഒരു വിഷമം നമുക്ക് വന്നാലും ആ വിഷമത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ സഹായിക്കും. ഏതെങ്കിലും ഒരു വഴിക്കൂടെ അള്ളാഹു നമുക്കൊരു വഴി കാണിച്ചു തരും. നമ്മൾ ചിലപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഓരോ മാർഗത്തിലൂടെ ആയിരിക്കും അള്ളാഹു നമുക്കോരോ വഴികൾ തുറന്നു തരിക. അതുകൊണ്ട് ഈ ഒരു പറഞ്ഞ പോലെ നിങ്ങൾ നിസ്കാരത്തിന് ശേഷമായിട്ട് എല്ലാ ദിവസവും ഞാൻ ഇതുപോലെ ചെയ്യുമെന്ന് മനസ്സിൽ നിയ്യത്താക്കുക. വലിയൊരു ഒരുപാട് സമയമൊന്നും ഇതിന് വേണ്ട. ഫാത്തിഹ അല്ലേ, ഫാത്തിഹ ഓതാൻ ഒരുപാട് മണിക്കൂറുകളൊന്നും വേണ്ടല്ലോ.
ചെയ്യുന്നത് എന്താക്കുക, മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് നല്ലൊരു വിശ്വാസത്തിൽ നല്ലൊരു മനസ്സിൽ നല്ലൊരു വിശ്വാസം വെച്ചുകൊണ്ട് ഓതാൻ നോക്കുക. ഞാൻ ഇതുപോലെ എൻ്റെ മരണം വരെ ഞാനും ഇതേപോലെ ഞാൻ ചെയ്തു പോരുമെന്നങ്ങോട്ട് മനസ്സിൽ നിയ്യത്താക്കുക. അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് കുറച്ച് ദിക്റുകളും അതുപോലെ തന്നെ മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ ഒരു ഫാത്തിയ, മുത്തറസൂലിൻ്റെ പേരിൽ ഒരു ഫാത്തിയ ഒക്കെ ഓതിയിട്ട് നമുക്ക് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇലാ ഹദറത്ത് റൂഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ഷെയ്ഖുന ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അസ്സലാമു അലൈക്കും. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. റിഫായി ഷെയ്ഖ് തങ്ങളെ അസ്സലാമു അലൈക്കും. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബദരീങ്ങളെ അസ്സലാമു അലൈക്കും. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ഷെയ്ഖുന ഷെയ്ഖ് മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അസ്സലാമു അലൈക്കും. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം മുത്തറസൂലിൻ്റെ പേരിലൊരു ഫാത്തിഹ ഓതി, അത് കഴിഞ്ഞിട്ട് മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ ഓതി, അത് കഴിഞ്ഞിട്ട് റിഫായി ഷെയ്ഖിൻ്റെ പേരിൽ ഓതി, അത് കഴിഞ്ഞിട്ട് ബദരീങ്ങളുടെ പേരിൽ, അത് കഴിഞ്ഞിട്ട് മടവൂര് ഉപ്പാപ്പൻ്റെ പേരിലും ഓതി. അങ്ങനെ 5 ഫാത്തിഹയാണ് ഇതേ രൂപത്തിലായിട്ടാണ് ഓരോ ഫർള് നമസ്കാരത്തിൻ്റെ ശേഷം ഓതിപ്പോരുക. സകല വിഷമങ്ങളും തീരാനും അതുപോലെ തന്നെ ഇടങ്ങേറുകളൊക്കെ നീങ്ങിപ്പോവാനും സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നമ്മിൽ അള്ളാഹു ഉണ്ടാക്കി തരാനുമൊക്കെ ഇതുപോലെ നിങ്ങൾ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് അങ്ങോട്ട് ഇനി മുതൽ എല്ലാ ഫർള് നമസ്കാരത്തിൻ്റെ ശേഷവും ഞാൻ ഇതുപോലെ ഞാൻ ഓതുമെന്ന് മനസ്സിൽ നിയ്യത്താക്കട്ടോ. പെട്ടെന്ന് ഫലം കാണും. നമ്മൾ ഇപ്പോൾ മനസ്സിൽ എന്തെങ്കിലും വിഷമം പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് വന്നാലും ആ പ്രയാസം നമുക്ക് പെട്ടെന്ന് അള്ളാഹു ആ വിഷമത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കും. എന്തെങ്കിലും ഒരു മാർഗം നമ്മളെ മുന്നിൽ അള്ളാഹു കാണിച്ചു തരും. അള്ളാഹു നമ്മളെ കൈവെടിയില്ല. എന്ത് ഒരു പ്രയാസത്തിൽ നിന്നും അള്ളാഹു നമ്മളെ കൈവെടിയില്ല. അള്ളാഹു അതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തും. അങ്ങനെ ഒരു പദവിയുണ്ട് ഇതിൽ. എനിക്ക് എൻ്റെ അറിവിൽ വെച്ചിട്ട്, കാരണം ഞാൻ ഓതി ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ഇതുപോലെ ഓതി പോരുന്നുണ്ട് അൽഹംദുലില്ലാ. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളോട് ഷെയർ ആക്കിയത്. ഒരുപാട് ഉമ്മമാരെപ്പോഴും ഓരോ പ്രയാസവും വിഷമങ്ങളും പറയാറുണ്ട്. അപ്പം എന്നും ബുദ്ധിമുട്ടാണ്, ഒന്ന് കഴിഞ്ഞാൽ ഒരു പ്രയാസം, വേറെ ഒന്ന് കഴിഞ്ഞാൽ ഒരു പ്രയാസം, അങ്ങനെ പറഞ്ഞ് ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ ഘട്ടങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തും. ഇതുപോലെ അങ്ങോട്ട് നിയ്യത്താക്കിക്കോളി. നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ഇതുപോലെ ചെയ്തു നോക്കുക. അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും ഇതിന് ഫലം കിട്ടും, ഉറപ്പാണ്.
അതിലൊരു സംശയവും വേണ്ട. ഞാൻ എനിക്കുണ്ടായ അനുഭവങ്ങളിലൂടെയാണ് നിങ്ങളോട് ഷെയർ ആക്കുന്നത്. എന്തെങ്കിലും ഒരു വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് എൻ്റെ മനസ്സ് തന്നെ പറയും, ടെൻഷൻ ആവേണ്ട, അള്ളാഹു എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുന്നു. അതുപോലെ തന്നെ അൽഹംദുലില്ലാ ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്തും ആകെ ടെൻഷനായി പോകും മനസ്സിന്. എന്നാലും എങ്ങനെ ഈ ഒരു സമാധാനം എനിക്ക് കിട്ടിയത് എന്ന് എനിക്കറിയില്ല. അത് ഇവരുടെയൊക്കെ ഈ മഹാന്മാരുടെ പേരിൽ, നമ്മുടെ മുത്ത് റസൂലിൻ്റെ പേരിലൊക്കെ ഫാത്തിയൊക്കെ ഓരോ ഫർള് നമസ്കാരത്തിൻ്റെ ശേഷവും ഓതിയത് കൊണ്ടാവാം, അതുപോലെ സ്വലാത്തിൻ്റെ പവർ കൊണ്ടൊക്കെ ആവാം അള്ളാഹു അങ്ങനെയുള്ള പ്രയാസത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തുന്നത്. അൽഹംദുലില്ലാ അതിന് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം ദിക്റുകൾ ചൊല്ലിയിട്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അല്ലാഹുമ്മ ഇഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. 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 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. 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 ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. 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 ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർള വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അലീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർള വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അലീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർള വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അലീം. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم
അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ റബ്ബേ, ആയത്തുൽ കുർസി, സ്വലാത്ത് നീ സ്വീകരിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു മാപ്പാക്കണേ അല്ലാ. അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചെയ്തു പോയിട്ടുള്ള ദോഷങ്ങളും പാപങ്ങളും നീ പുറത്തു മാപ്പാക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളുണ്ട് റബ്ബേ. എല്ലാ വിഷമങ്ങളും തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ, മനസ്സിൽ ഒരുപാട് ഇടങ്ങേറാണ് അല്ലാ, പ്രയാസമാണ് അല്ലാ, ബുദ്ധിമുട്ടാണ് അല്ലാ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് റഹ്മാനെ. കടങ്ങൾ വീട്ടാൻ ഹലാലായിട്ടുള്ളൊരു മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചുകൊണ്ട് റഹ്മാനെ. റബ്ബേ, കടം വീട്ടാനുള്ളൊരു മാർഗം നീ കാണിച്ചു കൊണ്ടല്ല, ഒരു വഴിയും കാണുന്നില്ല അങ്ങനെ പറഞ്ഞ് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ. റബ്ബേ, നീ വലിയവനല്ലേ അല്ലാ. കടങ്ങൾ വീട്ടി സമാധാനമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാ. റബ്ബേ, ഒരുപാട് പേര് അസുഖം കൊണ്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്നവരുണ്ട് റബ്ബേ. അസുഖങ്ങൾ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. എന്തൊക്കെ തരത്തിലുള്ള അസുഖമാണ് അവർക്കൊക്കെ ഉള്ളത് എന്ന് നിനക്കറിയാലോ റഹ്മാനെ. ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു റബ്ബേ. എന്ത് അസുഖമാണെങ്കിലും അത് നീ ശിഫയാക്കി കൊടുക്കല്ല. ഈ പുണ്യമാക്കപ്പെട്ട റമളാൻ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് റഹ്മാനെ, അസുഖങ്ങളെല്ലാം ശിഫയാക്കിക്കൊണ്ട് റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ മേലിൽ ഞങ്ങളെ ശരീരത്തിൽ എന്തെങ്കിലും മാരകമായ അസുഖങ്ങളുണ്ടെങ്കിൽ അത് നീ കരിച്ചു കളയണേ അല്ലാ. റബ്ബേ, നീ കരിച്ചു കളയണേ അല്ലാ. അസുഖത്തെ തൊട്ട് ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. മാരകമായ അസുഖത്തെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാത്ത് രക്ഷിക്കല്ല റഹ്മാനെ. ഞങ്ങളെ മനസ്സിൽ സമാധാനമുള്ള ജീവിതം കൊണ്ട് റഹ്മാനെ. റബ്ബേ, സമാധാനത്തോടു കൂടിയുള്ള ജീവിതം കൊണ്ടല്ല. ഓരോ തരത്തിലുള്ള വിഷമമാണ് ഓരോരുത്തർക്കും റബ്ബേ. നിനക്കറിയാലോ എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണ് ഓരോരുത്തർ അനുഭവിക്കുന്നത് എന്ന് നിനക്കറിയാലോ അല്ലാ. അതിന് സമാധാനത്തിലാക്കി കൊടുക്കല്ല. സമാധാനമുള്ള ജീവിതം കൊടുക്ക റഹ്മാനെ. ഭർത്താക്കന്മാരോടുള്ള പ്രയാസമുള്ള ഒരുപാട് സഹോദരിമാരുണ്ട് റഹ്മാനെ. അവരുടെയൊക്കെ സങ്കടം നീ കാണുന്നവനല്ലേ അല്ലാ. എല്ലാം റാഹത്തിലാക്കി കൊടുക്ക. ഞങ്ങളെ ഭർത്താക്കന്മാരുടെ ജോലിയിൽ നീ ഹൈറും ബർക്കത്തും കൊടുക്ക റഹ്മാനെ. ശമ്പളം വർദ്ധിപ്പിച്ച് കൊടുക്കല്ല റബ്ബേ. നല്ല വരുമാനം കിട്ടുന്ന ജോലിയാക്കി കൊടുക്കണേ അല്ല. മക്കൾക്ക് നീ നല്ല ജോലിയിൽ നീ മക്കളെ നീ ആക്കി കൊടുക്ക. ഞങ്ങളെ മക്കളെ നീ ദീനിൻ്റെ മക്കളാക്കണേ അല്ലാ. ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന മക്കളാക്കണേ റഹ്മാനായ റബ്ബേ. ഞങ്ങളെ മക്കളെ നീ കാത്ത് രക്ഷിക്കണേ. വേണ്ടാത്ത കൂട്ടുകെട്ടിലേക്ക് പോകുന്നതിൽ നിന്ന് ഞങ്ങളെ മക്കളെയും എല്ലാവരുടെയും മക്കളെയും നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. നല്ല ദീനിയായിട്ട് വളരുന്ന മക്കളാക്കണേ ഞങ്ങളെ മക്കളെ റഹ്മാനായ റബ്ബേ. റബ്ബേ, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ വിഷമങ്ങൾ നീ തീർക്കണേ അല്ലാ. ഞങ്ങളെ പ്രയാസം നീ തീർക്കണേ അല്ലാ. സമാധാനമുള്ള ജീവിതം കൊണ്ട് റഹ്മാനെ ഞങ്ങൾക്ക് റബ്ബേ ഞങ്ങളെ ദുആ നീ സ്വീകരിക്കല്ല റബ്ബേ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട് റഹ്മാനെ. അവരുടെയൊക്കെ ഖബർ ജീവിതം എന്താണെന്ന് നിനക്കറിയാലോ അല്ലാ. റാഹത്തിലാക്കി കൊടുക്ക റഹ്മാനെ. സമാധാനത്തിലാക്കി കൊടുക്കല്ല റബ്ബേ. ഖബർ വിശാലമാക്കി കൊടുക്കല്ല. ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകണേ അല്ല റഹ്മാനെ. ഞങ്ങൾ മരണപ്പെടുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മുസ്ലിമായി സന്തോഷത്തോടെയുള്ള മരണമാക്കണേ അല്ല. ഞങ്ങളെ ഖബറിനെ ഇരുട്ടറയാക്കരുതേ അല്ല. ഞങ്ങളെ ഖബർ പ്രകാശം കൊണ്ട് നിറക്കണേ അല്ല. കണ്ണെത്താ ദൂരത്തോളം വിശാലത ഞങ്ങളെ ഖബറിന് നൽകണേ അല്ല. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കല്ല. ഞങ്ങളെ നിസ്കാരം നീ സ്വീകരിക്കല്ല. ഞങ്ങളെ ദിക്റുകൾ നീ സ്വീകരിക്കല്ല
അല്ലാഹ് ഞങ്ങളെ സ്വലാത്തുകൾ നീ സ്വീകരിക്കല്ല. റഹ്മാനെ ഞങ്ങളെ സ്വതക്കകൾ നീ സ്വീകരിക്കല്ല. റബ്ബെ ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ നീ നല്ല പ്രവർത്തികളുടെ കൂട്ടത്തിൽ നീ ആക്കിത്തരണേ അല്ല. റഹ്മാനായ റബ്ബെ ഞങ്ങളെ പ്രയാസങ്ങൾക്ക് നീ കാണുന്നവനല്ലേ അല്ല. എല്ലാം നീ റാഹത്തിലാകും സമാധാനത്തിലും ആക്കിക്കൊണ്ട് അല്ലാ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളൊക്കെ ദുആ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണം. ഒരുപാട് ഉമ്മമാർ എന്നോട് വാട്സപ്പ് നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് ഇപ്പോൾ ഇതാ അവിടെ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് റമളാൻ മാസമാണ്. ഇതിപ്പോൾ ഞാൻ തരുന്നത് തന്നെ ഒരുപാട് പേര് വാട്സപ്പിലൂടെ ആയിട്ടും അതുപോലെ ഞാൻ തന്നെ അവർ നമ്പർ ചോദിക്കുന്നുണ്ട്, കൊടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ ആയിട്ട് കമൻറ്റിലൂടെ വാട്സപ്പ് നമ്പർ തരുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അതാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് കോളിങ് ആരും ചെയ്യരുത്. വാട്സപ്പ് കോളായിട്ടും ഒന്നും ആരും കോൾ ചെയ്താൽ എടുക്കില്ല. അതുപോലെ തന്നെ വോയിസ് മെസ്സേജ് മാത്രമായിട്ട് ചെയ്യാം. ടൈപ്പ് മെസ്സേജ് അല്ലാണ്ട് വോയിസ് മെസ്സേജ് മാത്രമായിട്ട് ചെയ്ത്, അതായത് ഞാനൊരു ചികിത്സിക്കുന്ന ഒരാളാണ് എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ വിളിക്കുകയും ചെയ്യരുത്. കാരണം ചികിത്സനെ പറ്റി ഒന്നും എനിക്കറിയില്ല, അങ്ങനെയുള്ള ഒരു കാര്യവും എനിക്കറിയില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, എനിക്ക് സ്വലാത്തുകൾ ദിക്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കേട്ട് പഠിച്ചതിൻ്റെ ശേഷമാണ് നിങ്ങളിലേക്ക് ഇത് ഷെയർ ആക്കുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു ചാനലാണിത്. ഇഷ്ക് മദീന എന്ന ഈ ചാനൽ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളതാണ്. അതുകൊണ്ട് വോയിസ് മെസ്സേജ് മാത്രം അയക്കുക. അപ്പോൾ അങ്ങനെ പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, അതിൽ വന്ന് പുരുഷന്മാർ മെസ്സേജ് അല്ല ടൈപ്പ് മെസ്സേജ് ആയിട്ട് എഴുതുന്നതോ അതെനിക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് സ്ത്രീകൾ മാത്രമായിട്ട് വോയിസ് മെസ്സേജ് അയക്കുക. ഇൻഷാ അല്ലാഹ് നമ്പർ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ സമ്മതമില്ലാതെ ഒരാൾക്കും ഈ നമ്പർ നിങ്ങൾ കൈമാറരുത്. അതെനിക്ക് പൊരുത്തമുണ്ടാവില്ല കേട്ടോ. എന്നോട് ചോദിച്ചതിൻ്റെ ശേഷം മാത്രമായിട്ട് വേറെ ആരും നമ്പർ ചോദിക്കുന്ന സമയത്ത് കൊടുക്കുക, വാട്സപ്പിലായിട്ട് പറഞ്ഞതിൻ്റെ ശേഷം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.